മനുഷ്യൻ അധിവസിക്കുന്ന ഭൂമിയുടെ വലിപ്പം അഥവാ പിണ്ഡം അല്ലെങ്കിൽ മാസ് എത്രയെന്ന് ഊഹിക്കുവാൻ കഴിയുമോ? സാധാരണ മനുഷ്യർക്ക് ഭാവന ചെയ്യുവാൻ കഴിയുകയില്ല. 6600 ലക്ഷം കോടി ടൺ ആണ് ഭൂമിയുടെ പിണ്ഡമെന്ന് ശാസ്ത്രജ്ഞന്മാർ കണക്കാക്കിയിട്ടുണ്ട്. 1000-ഓ ലക്ഷമോ ടൺ എന്ന് പറഞ്ഞാൽ ഒരു വേള സാധാരണക്കാർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞേക്കാം. എന്നാൽ 6600 ലക്ഷം കോടി ടൺ എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യബുദ്ധിയുടെ സങ്കല്പ പരിധിക്ക് അതീതമാണ്. സൗരയൂഥത്തിലുള്ള ജ്യോതിർഗോളങ്ങളെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. സൂര്യനാണല്ലോ അതിലെ ഏറ്റവും വലിയ ജ്യോതിർഗോളം. ഭൂമിയുടെ പിണ്ഡത്തെ 6600 ലക്ഷം കോടി ടൺ 3,30,000 കൊണ്ട് ഗുണിക്കുന്നിടത്തോളം ടൺ ആണ് സൂര്യൻ്റെ പിണ്ഡമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുവാൻ കുറേ കൂടി ബുദ്ധിമുട്ടുണ്ട്. ആകാശമണ്ഡലത്തിലുള്ള നക്ഷത്ര സമൂഹത്തിൽ തന്നെ 1,00,000 കോടി സൂര്യന്മാരുണ്ടെന്നാണ് പറയുന്നത്. ഈ ഗ്രഹങ്ങളുടെയും അസംഖ്യങ്ങളായ ഉപഗ്രഹങ്ങളുടെയും മറ്റും പിണ്ഡത്തിൻ്റെ ആകത്തുക എത്രയെന്ന് ആർക്ക് കണക്കാക്കുവാൻ കഴിയും? അപരിമേയമായ ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി? തനിയെ ഉണ്ടായി എന്ന് ഈശ്വര നിഷേധികൾ പറഞ്ഞേക്കാം. എന്നാൽ പ്രപഞ്ചത്തിലെ സർവ ചരാചരങ്ങളെയും അലംഘ്യമായ നിയമവ്യവസ്ഥിതികൾക്ക് വിധേയമായി നിലനിർത്തുന്ന ഒരു ദിവ്യ ചേതനയോ ദിവ്യശക്തിയോ ഇല്ലെന്ന് എങ്ങനെ പറയുവാൻ കഴിയും? ഒരു രസതന്ത്ര ഗവേഷക ശാസ്ത്രജ്ഞനായ എൽമർ ഡബ്ല്യു മൗറർ പറയുന്നത് ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പ്രകൃതി നിയമങ്ങൾ സുസ്ഥിരമാണ്. അവയെ സുസ്ഥിരം നിലനിർത്തുന്നത് ഈശ്വരനാണ്. പ്രപഞ്ചത്തിന്മേൽ ദൈവത്തിന് സുസ്ഥിരമായ നിയന്ത്രണമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രപഞ്ചത്തെ ഭരിക്കുന്ന മഹാശക്തിയെക്കുറിച്ച്, ദിവ്യചേതനയെക്കുറിച്ച് ആധുനിക ശാസ്ത്രജ്ഞന്മാർക്കും വിശ്വസിക്കുവാൻ കഴിയുമെന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഈ പ്രസ്താവന. എന്നാൽ സർവ്വവ്യാപിയായ ഈശ്വരന് വ്യക്തിത്വം കൽപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് പലരും ചോദിക്കാറുണ്ട്. പ്രപഞ്ചത്തിൻ്റെ അധീശനായ ദൈവം മനുഷ്യവർഗത്തിൻ്റെ പിതാവാണെന്ന് പറയുന്നത് അവർക്ക് ദുർഗ്രഹമാണ്. എന്നാൽ അമൂർത്തമായ അവസ്ഥയിലുള്ള ദൈവത്തെ മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കുവാൻ സാധ്യമല്ലെന്നുള്ളതാണ് സത്യം. അമൂർത്തമായ ഒന്നിന് എൻ്റെ ഹൃദയത്തിന്മേൽ ഒരധികാരവും ഉണ്ടായിരിക്കുകയില്ല എന്ന് സുപ്രസിദ്ധ ഭാരതീയ കവിയായ തുളസിദാസ് പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം കൊണ്ട് ഈ ആശയം അല്പം കൂടി വിശദമാക്കാം. മരിച്ചുപോയ അച്ഛൻ്റെ ചിത്രത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടൊരു കൊച്ചുകുട്ടി അവൻ്റെ അമ്മയോട് ചോദിക്കുകയാണ്: അമ്മേ, എന്തുകൊണ്ട് ആണ് അച്ഛൻ ഇങ്ങോട്ട് ഇറങ്ങി വരാത്തത്? ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അച്ഛൻ്റെ ചിത്രം ആ കുട്ടിയുടെ ഹൃദയത്തിന് സംതൃപ്തി നൽകുന്നില്ല. അച്ഛൻ സമൂർത്ത രൂപത്തിൽ തൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. ഇതുപോലെ ദൈവത്തെക്കുറിച്ചുള്ള അമൂർത്തമായ സങ്കല്പങ്ങളും തത്വശാസ്ത്രങ്ങളും കൊണ്ട് മനുഷ്യഹൃദയത്തിന് ഒരിക്കലും സംതൃപ്തി ഉണ്ടാകുകയില്ല. ദൈവത്തെ സമൂർത്തമായ അവസ്ഥയിൽ തന്നെ കാണുകയും ആ ദൈവവുമായുള്ള സജീവ ബന്ധത്തിൽ ജീവിക്കുകയും ചെയ്യുന്നതുവരെ മനുഷ്യൻ ദൈവത്തെ തേടി അലഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് ദൈവത്തോടുള്ള സജീവ ബന്ധം കൊണ്ടുണ്ടാകേണ്ട സംതൃപ്തി ലഭിച്ചിട്ടുണ്ടോ? നമ്മുടെ മുമ്പിലുള്ള ഭാവി എങ്ങനെയുള്ളതായിരിക്കുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഏതെല്ലാം പ്രശ്നങ്ങളോട്, പ്രതികൂല സാഹചര്യങ്ങളോട്, പ്രതിസന്ധികളോട് ഏറ്റുമുട്ടേണ്ടതായി വരുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഒരു വേള മരണമെന്ന മഹാനദിയുടെ മറുകര പറ്റേണ്ടതായും വന്നേക്കാം. ദുസ്തരമായ പർവ്വതനിരകളോ, ചുട്ടുപൊള്ളുന്ന മണലാരണ്യങ്ങളോ, മലരികളും ചുഴലികളുമുള്ള നദികളോ കടന്നു പോകേണ്ടി വരുമെന്നുള്ളതോർത്ത് ചഞ്ചലചിത്തനാകേണ്ടതില്ല. നമ്മെ നയിക്കുന്ന സേനാനായകൻ നമ്മോട് കൂടെയുണ്ട്. ഒരിക്കലും നമ്മെ വിട്ടുപിരിയാത്ത സ്നേഹത്തിൻ്റെ കരങ്ങൾ സാങ്കല്പികങ്ങളല്ല, സമൂർത്ത കരങ്ങൾ തന്നെ നമ്മെ പിടിച്ചിട്ടുള്ളതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. രക്ഷിക്കുന്നവനും ക്ഷമിക്കുന്നവനും സകല പ്രശ്നങ്ങൾക്കും നീക്കുപോക്കുണ്ടാക്കുന്നവനുമാണ് നമ്മെ നയിക്കുന്ന ദൈവം. ഇന്നിൻ്റെ വാതിൽ അടയുന്നതോടൊപ്പം നാളെയുടെ വാതിൽ തുറക്കുന്നു. ദൈവമാണ് ആദിയും അന്തവും. അതുകൊണ്ട് അജ്ഞാതമായ ഭാവിയെപ്പറ്റി ഭയപ്പെടാനൊന്നുമില്ല. എം. ലൂയി ഹാസ്കിൻസ് പ്രകാരം എഴുതുന്നു: ആ വർഷത്തിൻ്റെ പടിവാതിൽക്കൽ നിന്ന മനുഷ്യനോട് ഞാൻ പറഞ്ഞു, അജ്ഞാതമായ വഴിയിൽ കൂടി സുരക്ഷിതമായി മുൻപോട്ട് പോകുന്നതിന് എനിക്കൊരു വിളക്ക് തന്നാലും. അപ്പോൾ അയാൾ പ്രതിവചിച്ചു, ദൈവത്തിൻ്റെ കരങ്ങളിൽ താങ്കളുടെ കരങ്ങൾ അർപ്പിച്ചുകൊണ്ട് അന്ധകാരത്തിലേക്ക് കടന്നു ചെല്ലുക. വെളിച്ചത്തേക്കാൾ നല്ലതും സുപരിചിതമായ വഴിയേക്കാൾ സുരക്ഷിതവുമായിരിക്കും അത്. നമുക്കും കരണീയമായിട്ടുള്ളത് ഇതുമാത്രമാണ്. ഈ പുതുവർഷത്തിൽ ഏതെല്ലാം സാഹചര്യങ്ങളെ നാം അഭിമുഖീകരിക്കേണ്ടി വന്നാലും
ഭയപ്പെടാതെ മുൻപോട്ട് പോകാം. നമ്മെ നയിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരുളിച്ചെയ്ത കർത്താവിൻ്റെ അനുഗ്രഹീതമായ സാന്നിധ്യം ഈ പുതുവർഷത്തിലും നമ്മെ അനുഗ്രഹീതമായ നിലയിൽ നയിക്കുമാറാകട്ടെ. ദൈവം നിങ്ങളേവരെയും സഹായിക്കുമാറാകട്ടെ.